നമസ്കാരം. നമ്മൾ പൊതുവേ കേക്കും കുക്കീസൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ഈ ക്രിസ്മസ് സീസണായിട്ട് ഇതുവരെ ഒരു കേക്ക് റെസിപ്പി ഞാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബോയിൽഡ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണെങ്കിലും നിങ്ങൾക്ക് പ്ലം കേക്ക് കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ട്. എൻ്റെ ചേച്ചിയുടെ മോനാണ്. എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമോ? നീരത് എന്നാണ് പേര്. അപ്പോൾ ഇവനും കൂടി ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് അമൃത്തിൻ്റെ നാച്ചുറൽ ബ്രൗൺ ഷുഗറാണ്. ഇതിപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കണേ. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്കിതൊന്ന് മെൽട്ടായി വരണം. ശരിക്കും ഈ കാരമലിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ കളറ്. നല്ല ഡാർക്ക് കളർ വേണമെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ നാച്ചുറൽ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര അളവിൽ എടുക്കാം, അല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ എടുക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വേണ്ടി വരും. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക ചെയ്യാം. മാക്സിമം 1 കപ്പ് വേണ്ടി വരുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നാച്ചുറൽ ബ്രൗൺ ഷുഗർ ആയ കാരണം ഇതിന് മധുരം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മെൽട്ടായി വരണം. ഓഫിതോ നിങ്ങളിപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഇതിന് കുറച്ച് സ്വീറ്റ്നെസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് 1 കപ്പ് ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം മധുരത്തിന് വേണ്ടിയിട്ട്. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇതിപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്തിരിയും കൂടി ഒന്ന് ഡാർക്ക് കളറാവട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും. ഇളക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി അധികം ഞാൻ ഡാർക്കാക്കുന്നില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർക്കാം. ഒന്നേ 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ബ്ലാക്കും റൈസിൻസും ഈ റൈസിൻസും ചേർക്കുന്നുണ്ട്. 2 ടൈപ്പ് റൈസിൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലിങ്ങനെ ചേർത്ത് കൊടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേറെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 150 ഗ്രാം ബട്ടറാണുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരും. ഇനി ഇത് നമുക്കിനി ഒരു നൂൽ പരുവാവണം. അപ്പോൾ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ബോയിൽഡ് ഫ്രൂട്ട് കേക്ക്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചെറി ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണേ. ഇതിപ്പോൾ നമുക്കൊന്ന് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി. കണ്ടില്ലേ, ചെറിയ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു നൂൽ പരിവാണ് വേണ്ടത്. കയ്യിൽ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയാലും അറിയാം. ഇതിപ്പോൾ ആ ഒരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കേക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊരു പാത്രത്തിൽ വെക്കാം. ഇനി ഈ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററൊന്നും ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് അടിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. എഗ്ഗ് ആ വാനില എസൻസ് എഗ്ഗും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് മിക്സിൽ ചേർത്തിരുന്നു. ഇതിൽ ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സ്പൈസ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പട്ടയും ഗ്രാമ്പും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. കുറച്ച് ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അടഞ്ഞെടുക്കാമെന്ന്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. ബേക്കിംഗ് പൗഡറും ഈ ഗോതമ്പ് പൊടിയും കൂടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഫ്രൂട്ട്സ് മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ചൂടാറിയില്ലെങ്കിൽ ഈ മുട്ട വെന്ത് പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്യാൻ പറയണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മതി. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ ഓൾറെഡി ഒരു ബേക്കിംഗ് ടിൻ എടുത്തിട്ട് ആദ്യം ബട്ടർ ഒന്ന് തടവി അതിൻ്റെ മുകളിൽ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് തൂവി അത് തട്ടിയെടുത്തിട്ടുണ്ട് പാത്രം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കാഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പ് വെക്കാനായിട്ട്. നമുക്കിതിന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 160 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് ശേഷം 160 ഡിഗ്രിയിൽ തന്നെ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് മാറ്റാം.